ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ FC ബാഴ്സലോണക്ക് ഒരു ഞെട്ടിക്കുന്ന തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. 1-നെതിരെ 2 ഗോളുകൾക്കാണ് റയൽ സോസിഡാഡ് അവരെ പരാജയപ്പെടുത്തിയത്. അതായത് 32-ാമത്തെ മിനിറ്റിൽ ഒയർസബാൽ റയൽ സോസിഡാഡിന് വേണ്ടി ഗോൾ നേടുകയായിരുന്നു. പിന്നീട് 70-ാമത്തെ മിനിറ്റിൽ മാർക്കസ് റാഷ്ഫോർഡ് ഒരു ഹെഡർ ഗോൾ നേടി. അതോടുകൂടി മത്സരം സമനിലയിലെത്തി. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഗോൺസാലോ ഗുഡസ് ഒരു ഗോൾ സോസിഡാഡിന് വേണ്ടി നേടുകയായിരുന്നു. ഇതോടുകൂടിയാണ് ഈ മത്സരത്തിൽ റയൽ സോസിഡാഡ് വിജയം സ്വന്തമാക്കിയത്. പക്ഷേ റഫറിയുടെ ഒരു പിഴവാണ് ഈ മത്സരത്തിൽ FC ബാഴ്സലോണക്ക് തിരിച്ചടിയായത്. അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ കാരണമാണ് FC ബാഴ്സലോണ പരാജയപ്പെട്ടത് എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ട് പറയാൻ സാധിക്കും. കൂടാതെ നിർഭാഗ്യവും അവർക്ക് വില്ലനായിരുന്നു. റഫറി FC ബാഴ്സലോണയുടെ ഗോളുകൾ നിഷേധിച്ചിരുന്നു. ആകെ ഈ മത്സരത്തിൽ 25 ഷോട്ടുകളാണ് FC ബാഴ്സലോണ എടുത്തിട്ടുള്ളത്. 1 മാത്രമാണ് ഗോളായിട്ടുള്ളത്. 5 തവണയാണ് പോസ്റ്റിൽ കൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ഗോളുകൾ അത് നിഷേധിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഒരു പെനാൽറ്റി അത് ക്യാൻസൽ ചെയ്യപ്പെട്ടു, നിഷേധിക്കപ്പെട്ടു. അങ്ങനെയൊക്കെയാണ് ഈ മത്സരത്തിൽ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. റഫറി അവിടെ ഒരു വില്ലനായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഗില്ലായിരുന്നു റഫറി. മത്സരശേഷം അദ്ദേഹത്തിനെതിരെ ഫ്രങ്കി ഡിയോങ്ങും ഹാൻസി ഫ്ലിക്കും ഒക്കെ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഹാൻസി ഫ്ലിക്ക് പ്രസ് കോൺഫറൻസിൽ ഈ റഫറിയെ എടുത്തിട്ട് അലക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു പ്രസ് കോൺഫറൻസിൽ ഉടനീളം റഫറിയെ വിമർശിക്കാനാണ് ഹാൻസി ഫ്ലിക്ക് സമയം കണ്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ലാലിഗയിൽ ഒരുപാട് മികച്ച റഫറിമാർ ഉണ്ട്, പക്ഷെ അതിന് ചീത്തപ്പേര് കേൾപ്പിക്കുന്നത് ഈ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിയെ കുറിച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ട് എൻ്റെ എനർജി പാഴാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ മത്സരത്തിന് മുന്നേ തന്നെ ഈ റഫറിയെ കുറിച്ച് ചില കമന്റുകളൊക്കെ ഞാൻ വായിച്ചിരുന്നു. അത് ശരിയാണ് എന്നുള്ളത് മത്സരത്തോടു കൂടി തെളിഞ്ഞു. എല്ലാവർക്കും അറിയാം ഈ ഒരു റഫറിയെ പറ്റി, അദ്ദേഹം എങ്ങനെയുള്ള ആളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ മത്സരത്തോടു കൂടി എല്ലാവരും അത് കണ്ടതാണ്. ഫ്രങ്കി ഡിയോങ് പറഞ്ഞത് ഈ റഫറി വളരെയധികം അരോഗന്റ് ആണ്, അഹങ്കാരിയാണ് എന്നുള്ളതാണ്. അത് അക്ഷരം പ്രതി ശരിയാണ്. കഴിഞ്ഞ സീസണിലും ഞങ്ങൾക്ക് പണി തന്ന ഒരു റഫറിയാണ് ഇദ്ദേഹം. ഇതാണ് ഹാൻസി ഫ്ലിക്ക് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത്. ഗിൽ എന്ന ഈ റഫറിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. അത് അർഹിച്ചത് തന്നെയാണ്. ഈ റഫറി തന്നെയാണ് ഈ ഒരു മത്സരത്തിലെ FC ബാഴ്സലോണയുടെ തോൽവിക്കുള്ള കാരണം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.